Hello friends, welcome to Ammu's Mantra. ഇന്ന് അമ്മൂസ് മന്ത്രയിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഫിഷ് മോളിയുടെ റെസിപ്പിയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. എനിക്ക് ചെമ്പല്ലി എന്ന് പറഞ്ഞൊരു മീനാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. അത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഫിഷ് മോളി ഉണ്ടാക്കുന്നത്. അപ്പം ആ മീനിൻ്റെ പീസസ് നമുക്ക് ഇഷ്ടാനുസരണം മുറിച്ചിട്ട് അത് കുറച്ച് കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മുളക് പൊടി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഒരു ഇച്ചിരി ലെമൺ ജ്യൂസ് ഇത്രയും ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തതാണ്. മാരിനേറ്റ് ചെയ്തിട്ട് എത്ര നേരം വെക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ്. ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനാണ് ഫിഷ് മോളി ഉണ്ടാക്കുന്നതെങ്കിൽ തലേദിവസം രാത്രി തന്നെ ഇതുപോലെ മാരിനേറ്റ് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. ഫ്രീസറിൽ വെക്കണം എന്നില്ല, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് നമുക്ക് ചൂടാക്കാം. എണ്ണ ഒരിച്ചിരി കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മൾ ഫിഷ് ഷാലോ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് അതേ പാനിൽ തന്നെയാണ് നമ്മൾ മസാലയും പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ആ എണ്ണ എക്സ്ട്രാ ഉണ്ടെങ്കിൽ നമുക്കത് ആ മസാലയ്ക്ക് വേണ്ടിയിട്ട് എടുക്കാം. ഫിഷ് ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ നമുക്കൊരു തണ്ട് കറിവേപ്പില നമുക്ക് ആ പാനിൻ്റെ അടിയിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ നോൺ സ്റ്റിക്ക് ആയത് കാരണം അടിയിൽ പിടിക്കില്ല. പക്ഷേ സാധാ പാനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കറിവേപ്പില ഇട്ട് കൊടുത്താൽ രണ്ടുണ്ട് ഗുണം. ഒന്ന്, നമ്മുടെ മീൻ വറുക്കാൻ വെക്കുമ്പോൾ മീൻ അടിയിൽ പിടിക്കില്ല. രണ്ട്, ഈ കറിവേപ്പിലയുടെ ഒരു ഫ്ലേവറും കൂടി നമ്മുടെ ഫിഷ് ഫ്രൈക്ക് കിട്ടും. എണ്ണ നന്നായിട്ട് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. കറിവേപ്പിലയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വരുന്നു. നമുക്കിനി നമ്മുടെ മീനിൻ്റെ പീസസ് ആഡ് ചെയ്യാം. ദശക്കട്ടിയുള്ള മീനാണ് എപ്പോഴും ഫിഷ് മോളി ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത്. നെയ്മീനൊക്കെ നല്ല രുചിയായിരിക്കും. കരിമീൻ, ആവോലി ദശക്കട്ടി കുറവാണെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞു പോകും. ഇപ്പോൾ ഇതിന് ഇച്ചിരി ദശക്കട്ടി കുറവാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് ഫ്രൈ ചെയ്യുന്നുണ്ട്. ഫ്രൈ ആകുമ്പം കുറച്ചൊന്ന് സ്ട്രോങ് ആയിട്ടിരുന്നോളും. ശരിക്കും ഒരുപാട് ഫ്രൈ ചെയ്യണ്ട, ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. മീനിൻ്റെ പീസസ് എല്ലാം ആഡ് ചെയ്തു. ഒരു വശം നന്നായിട്ട് ഷാലോ ഫ്രൈ ആയി വരുമ്പോൾ നമുക്കത് മറിച്ചിട്ടിട്ട് മറ്റേ വശത്തും കൂടി ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. മീനിൻ്റെ പീസസ് മറിച്ചിടുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം, പൊടിഞ്ഞു പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് പൊടിയാതെ സൂക്ഷിച്ച് വേണം മറിച്ചിടാനായിട്ട്. കുരുമുളക് പൊടി ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത് മുഴുവൻ കുരുമുളകിൻ്റെ പൊടിയാണ്, അതായത് ബ്ലാക്ക് പെപ്പർ പൗഡറാണ്. അതുകൊണ്ടാണ് അത് ബ്ലാക്ക് കളറിലിരിക്കുന്നത്. ഫിഷ് മോളിക്ക് എപ്പോഴും കുറച്ചൊരു വൈറ്റ് കളറാണ് നല്ലത്. അപ്പോൾ നമ്മുടെ കയ്യിൽ വൈറ്റ് പെപ്പർ പൗഡർ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കാണാനായിട്ട്. ടേസ്റ്റ് വൈസ് രണ്ടായാലും വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ഫിഷ് മോളി വെള്ള നിറത്തിലിരിക്കാനായിട്ട്, ഒരു ക്രീം വൈറ്റ് കളറിലിരിക്കാനായിട്ട് വൈറ്റ് പെപ്പർ പൗഡർ വെച്ച് മാരിനേറ്റ് ചെയ്യുകയും അതുപോലെ വൈറ്റ് പെപ്പർ പൗഡർ ചേർക്കുകയും ചെയ്താൽ നമ്മുടെ ഫിഷ് മോളി അങ്ങനെ നല്ല ക്രീം വൈറ്റ് കളറിലിരിക്കും. അപ്പോൾ നമ്മുടെ മീൻ രണ്ട് വശം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കത് എണ്ണയിൽ നിന്ന് എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതേ പാനിൽ തന്നെയാണ് നമ്മൾ ഫിഷ് മോളിക്കുള്ള മസാല പ്രിപ്പയർ ചെയ്യണത്. വേറെ എണ്ണയുടെ ആവശ്യമില്ല. അതുമാത്രമല്ല, ആ ഫിഷിൻ്റെ ആ ഒരു ഫ്ലേവർ ആ എണ്ണയിലുണ്ടാവും. അപ്പോൾ നമ്മുടെ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് ഏറ്റവും ആദ്യം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. നമുക്കറിയാം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പൊട്ടിത്തെറിക്കും. അപ്പോൾ ഒന്ന് സൂക്ഷിച്ചിട്ട് പതുക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അടി പിടിക്കാൻ സാധ്യതയുള്ള ഒരു ഇൻഗ്രീഡിയൻ്റാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും. നോൺ സ്റ്റിക്ക് ആയത് കാരണം കുഴപ്പമില്ല. നമ്മൾ ഫിഷ് മോളിക്ക് പെപ്പർ പൗഡറിൻ്റെയും പിന്നെ പച്ചമുളകിൻ്റെയും എരിവ് മാത്രമാണ് ഉള്ളൂ, മുളക് പൊടി ഒന്നും ചേർക്കണില്ല. അതുകൊണ്ട് പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ഇടുക. ഞാനിവിടെ ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ജസ്റ്റ് നടുവേ കീറിയിട്ടിരിക്കുകയാണ്. ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ഒക്കെ നല്ല പച്ചമണം മാറിക്കഴിയുമ്പോൾ എന്നിട്ടൊന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് സവോള ആഡ് ചെയ്യാം. ഫിഷ് മോളിക്ക് വേണ്ടി സവോള അരിയുമ്പോൾ എപ്പോഴും നീളത്തിൽ കനം കുറച്ച് അരിയാൻ ശ്രമിക്കുക. ഒരു 2-3 സവോള ഉണ്ട്. നമുക്ക് എന്തോരം മസാല വേണോ അതനുസരിച്ച് സവോള ആഡ് ചെയ്യാം. നീളത്തിൽ കനം കുറച്ചാണ് അരിയേണ്ടത്, അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. കനം കുറച്ച് അരിയുമ്പോൾ നമുക്ക് സവോള പെട്ടെന്ന് വഴന്ന് കിട്ടും. സവോള പെട്ടെന്ന് വാടി വരാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവോള ജസ്റ്റ് ഒന്ന് വാടിക്കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കുഞ്ഞുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കുഞ്ഞുള്ളി ചേർത്താൽ നമ്മുടെ മസാലയ്ക്ക് നല്ല പ്രത്യേക ഒരു ടേസ്റ്റ് വരും. എപ്പോഴും സവോളേനേക്കാളും രുചി കുഞ്ഞുള്ളിയാണല്ലോ. സവോളയ്ക്ക് ചെറിയൊരു മധുരമാണ്, പക്ഷേ കുഞ്ഞുള്ളിക്ക് നല്ലൊരു ടേസ്റ്റാണ്. മസാലയ്ക്കൊക്കെ കുഞ്ഞുള്ളി ചേർത്താൽ നല്ല രുചിയായിരിക്കും. സവോള ഇപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ കുറച്ച് ഗരം മസാല ചേർക്കാം.
കുറച്ച് ചേർത്താൽ മതി, ബാക്കി നമുക്ക് ഏറ്റവും അവസാനം ചേർക്കാം. നമ്മൾ ചിക്കൻ കറിക്കൊക്കെ മസാല പ്രിപ്പയർ ചെയ്യുന്നത് പോലെ സവോള ഭയങ്കരമായിട്ട് വഴന്ന് ബ്രൗൺ കളറൊന്നും ആവേണ്ട കാര്യമില്ല. ഒന്ന് നന്നായിട്ട് വഴന്ന് നല്ല സോഫ്റ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ തേങ്ങയുടെ 1-ാം പാൽ മാറ്റി സെപ്പറേറ്റ് വെക്കണം, നമുക്കത് ഏറ്റവും ലാസ്റ്റാണ് ചേർക്കേണ്ടത്. ഇതിപ്പോൾ 2-ാം പാലും 3-ാം പാലും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്തതാണ്, അതങ്ങ് ചേർക്കാം. ഇനി നമ്മുടെ മസാലയും ആ തേങ്ങാപ്പാലും കൂടി നന്നായിട്ട് യോജിപ്പിച്ച് ചേർക്കുക. ഈ സമയത്ത് നമ്മൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതേപോലെ എരിവ് കുറവുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് ചൂടായി തിള വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീനിൻ്റെ പീസസ് ആഡ് ചെയ്യാം. ഫോട്ടോയിൽ കാണുമ്പോൾ അത് ഭയങ്കരമായിട്ട് ഫ്രൈ ആയി പോയിട്ടുണ്ടെന്ന് തോന്നും. ഇല്ല, ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്തിട്ടുള്ളൂ. പക്ഷേ എൻ്റെ പെപ്പർ കുറച്ച് ഡാർക്ക് കളർ ആയതുകൊണ്ടാണ് ഭയങ്കര ഫ്രൈ ആയി പോയ പോലെ തോന്നുന്നത്. പിന്നെ തീരെ ഷാലോ ഫ്രൈ അല്ല, കുറച്ചുകൂടി ഞാൻ ഫ്രൈ ചെയ്തിട്ടുണ്ട്. കാരണം ദശക്കട്ടി കുറവുള്ള മീനായതുകൊണ്ട് പൊടിഞ്ഞു പോകുമെന്ന് പേടിച്ചിട്ട് എല്ലാ മീൻ പീസസും ആഡ് ചെയ്തു. നമുക്കിനി അത് ആ ഗ്രേവിയുടെ ഉള്ളിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. നമ്മുടെ മീനിലേക്ക് ആ ഗ്രേവിയുടെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ല സോഫ്റ്റായി വരട്ടെ. ഇപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ടൊമാറ്റോസ് വട്ടത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോസ് ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിച്ചാലും മതി. ഫിഷ് മോളി ആകുമ്പം ആ ഫിഷിനൊക്കെ കുറച്ചൊരു ചെറിയൊരു പുളിയൊക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ ഓൾറെഡി മാരിനേറ്റ് ചെയ്തപ്പം ഒരിച്ചിരി ചെറുനാരങ്ങ നീര് ചേർത്തിരുന്നു. എന്നാലും ആ ഗ്രേവിക്കൊക്കെ ആ ഒരു പുളിയുടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ തക്കാളി വട്ടത്തിലരിഞ്ഞ് വിടുന്നുണ്ട്. ഒരുപാടൊന്നും വേണ്ട, ഒരു തക്കാളി ജസ്റ്റ് റിങ്സ് ആയിട്ട് അരിഞ്ഞിട്ട് മുകളിലിട്ടാൽ മതി. നമുക്കിനി ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 5 to 10 minutes മാക്സിമം. അതിനുള്ളിൽ നമ്മുടെ കറി പ്രിപ്പയർ ആവും. നമുക്കന്നിട്ട് 1-ാം പാൽ ഒഴിച്ച് തീ ഓഫ് ചെയ്യാം. ആ സമയത്ത് നമുക്കൊരു ഇച്ചിരി കാഷ്യൂനട്ടും മുന്തിരിയും ഒന്ന് ഫ്രൈ ചെയ്യാം, നമുക്കതിൻ്റെ മുകളിലൊന്ന് ഇടാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ടൊമാറ്റോസൊക്കെ നന്നായിട്ട് വെന്തു. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന 1-ാം പാൽ തലപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ചേർത്താൽ മതി തലപ്പാൽ. കാരണം തലപ്പാൽ ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ തിളയ്ക്കാൻ പാടില്ല. നമ്മളിനി ഒരിക്കലും ഫിഷ് മോളി ഇളക്കൊന്നും ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് പതുക്കെ ടച്ച് ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ. അതല്ലെങ്കിൽ ഒന്ന് ചുറ്റിക്കുക. ഇളക്കി കഴിഞ്ഞാൽ മീൻ പൊടിഞ്ഞു പോകും. കാഷ്യൂനട്ടും കിസ്മിസും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കത് ഫിഷ് മോളിൻ്റെ മുകളിലേക്ക് ഒഴിക്കാം. ചൂടോട് കൂടി തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. ഒരു ഇച്ചിരി ഗരം മസാലയും കൂടി അതിൻ്റെ മുകളിൽ തൂവി കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് അടച്ച് വയ്ക്കാം. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിനി അത് തുറന്നാൽ മതി. നമ്മുടെ ഫിഷ് മോളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പാലപ്പത്തിൻ്റെ കൂടെയും വെള്ളയപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അല്ലെങ്കിൽ ബ്രെഡിൻ്റെ കൂടെ കഴിക്കാം. പാലപ്പം അല്ലെങ്കിൽ വെള്ളയപ്പം ഒക്കെയാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ ഫിഷ് മോളിയുടെ. ബ്രെഡിൻ്റെ കൂടെയും കഴിക്കാനും നല്ലതാണ്. സിമ്പിളായിട്ടുള്ളൊരു ഫിഷ് മോളിയാണ് ഇന്ന് ഷെയർ ചെയ്തത്. ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ ഫ്രണ്ട്സും താങ്ക് യു സോ മച്ച്. പുതിയ ഏതെങ്കിലും നല്ല ടിപ്സും വീഡിയോയും ഒക്കെ ആയിട്ട് അമ്മൂസ് മന്ത്രയിൽ വീണ്ടും കാണാം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞ് റൈറ്റ് സൈഡിൽ കാണുന്ന ആ ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി അമ്മൂസ് മന്ത്രയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.